Chapter 9 Conditional Probability. കണ്ടീഷണൽ പ്രോബബിലിറ്റി ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് എന്താണെന്ന് നോക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ: പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് എ given that B has happened is called the conditional probability of A given B, and it is denoted by probability of A given B. Probability of A given B എന്നാണ് ഇതിനെ വായിക്കേണ്ടത്. അതായത് താഴെയുള്ള ഈവന്റ് ഹാപ്പൺ ചെയ്തു, അതായത് ബി എന്നുള്ള ഈവന്റ് ഹാപ്പൺ ചെയ്തു. ഇനി എ ഹാപ്പൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഇപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാല് താഴെയുള്ള ഈവന്റ് ഹാപ്പൺ ചെയ്ത് കഴിഞ്ഞു, ഇനി മുകളിൽ അസൈൻ ചെയ്തിരിക്കുന്ന ഈവന്റ് ഹാപ്പൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ വായിക്കേണ്ടത് ഇതിനെ ഗിവൺ എന്നാണ് വായിക്കുക. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് വെച്ചാൽ എന്താണ്? എ എന്നുള്ള ഈവന്റ് ഹാപ്പൺ ചെയ്ത് കഴിഞ്ഞു, മുകളിലെ ഈവന്റ് ആയ ബി ഹാപ്പൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിന്റെ ഫോർമുല probability of A intersection B divided by probability of B, provided probability of B not equal to 0. അതായത് ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഒരു വാല്യൂവിനെ 0 കൊണ്ടുള്ള ഡിവിഷൻ ഇതുവരെയായി കണ്ടുപിടിച്ചിട്ടില്ല, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അതുകൊണ്ടാണ് പ്രോബബിലിറ്റി ഓഫ് ബി 0 ആവാൻ പാടില്ല എന്ന് പറയുന്നത്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഇതിന്റെ കൂടെ എന്താ കണ്ടീഷൻ? പ്രൊവൈഡഡ് പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1/13, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 1/4, probability of A intersection B equal to 1/52. Find probability of A given B. So probability of A given B equal to formula probability of A intersection B divided by probability of B. അതായത് താഴെ ഇവിടെ എന്താണോ ഉള്ളത് അതുപോലെ ഇങ്ങേ ഭാഗത്തും എഴുതിയിട്ടു. Then which is equal to probability of A intersection B എത്രയാ? 1/52 divided by probability of B 1/4 which is equal to 1/52. ഡിവിഷൻ എന്തായി മാറി? മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റിയ അന്നേരം വരുന്ന ചേഞ്ച് 1/4 റെസിപ്രോക്കൽ ആക്കി മാറ്റി 4/1. അതിനുശേഷം 4 52 13 ടൈംസ് പോവും. 1 into 1 1 divided by 13 into 1 13. So 1/13 is the answer. അതുപോലെ probability of B given A equal to probability of B intersection A. A intersection B പറഞ്ഞാലും B intersection A എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? പ്രോബബിലിറ്റി ഓഫ് എ ഉണ്ട്, ഇവിടെ എ ആണ്, അതുപോലെ ഇവിടെയും ഡിനോമിനേറ്ററിൽ എ എന്നാക്കി എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ. എ ഇന്റർസെക്ഷൻ ബി എത്രയാ? 1/52 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ 1/13. എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? 1/52 ഈ ഡിവിഷൻ എന്താക്കി മാറ്റി? മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റി. സോ 1/13 എന്തായി മാറും? 13/1 എന്നതിന് ശേഷം 13 52 4 ടൈംസ് പോവും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ആണ് ആൻസർ. ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക എന്നതിന് ശേഷം ആൻസർ എടുത്ത് എഴുതുക.
probability of A equal to 1 by 5, probability of B equal to 2 by 3, probability of A union B equal to 4 by 5. Find probability of A given B and probability of B given A. നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പക്ഷെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസില് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടില്ല. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസില് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള അഡീഷൻ തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 4 by 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ 1 by 5 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി 2 by 3 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 4 by 5 ഈക്വൽ ടു ഇവ തമ്മില് എൽ സി എടുത്തു. അപ്പൊ തമ്മില് എൽ സി എടുക്കുമ്പോ എന്തെന്ന് വരും? 3 plus 10 divided by 15 minus probability of A intersection B. Then 4 by 5 equal to 13 by 15 minus probability of A intersection B. എന്നതിന് ശേഷം ഇനി എന്ത് ചെയ്യാം? ആ 13 by 15 ഈക്വൽ ടുന്റെ ഇങ്ങേ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പോസിറ്റീവ് വാല്യൂ എന്തായി മാറി? നെഗറ്റീവ് 13 by 15 ആയി മാറി, ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി ഇവിടെ നിന്ന് എൽ സി എടുത്തു. എൽ സി എത്രയാ വരിക? 15 ആണ് എൽ സി എം, 15 ആണ് എൽ സി എം വരിക. ഇനി 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും നോക്കുക. 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് 15നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 തന്നെ കിട്ടും. ആ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ 13 into 1 ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി 4 into 3 എത്ര കിട്ടും? 12. 12 മൈനസ് 13 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു ആണ് പ്രോബബിലിറ്റി ഓഫ് നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. 12ൽ നിന്ന് 13 പോയി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? നെഗറ്റീവ് 1 ആണ് കിട്ടുക. നെഗറ്റീവ് 1 by 15 ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. രണ്ട് ഭാഗത്ത് നെഗറ്റീവ് സിമ്പിൾ ഉണ്ട്, കട്ട് ചെയ്തു. സോ 1 by 15 ഈക്വൽ ടു ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ക്ലിയർ? സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. Which is equal to probability of A intersection B എത്രയാ? 1 by 15 divided by probability of B എത്രയാ? 2 by 3. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും? Which is equal to 1 by 15. ഈ ഡിവിഷൻ എന്തായി മാറി? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇടുക. അന്നേരം വരുന്ന ചേഞ്ച് 2 by 3 എന്തായി മാറും? 3 by 2 ആയി മാറും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 1 by 15 കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്യുക, 2 by 3 ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 1 by 15 എത്രയാണോ കിട്ടിയത് അതേ ഡിവൈഡഡ് ബൈ 2 by 3 ഡിവിഷൻ. അങ്ങനെ ചെയ്താലും മതി. Then 3 15 5 ടൈംസ് ആണ് പോകുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1 by 10 ആണ് കിട്ടുന്ന ആൻസർ. Then ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ്, which is equal to probability of B intersection A divided by probability of A എന്നാണ് ഫോർമുല. ഇനി അറിയാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് B intersection A പറഞ്ഞാലും A intersection B പറഞ്ഞാലും സെയിം ആണ്. അതായത് ബിയിലെയും എയിന്റെയും കോമൺ പോയിന്റ്സിനെയാണ് B intersection A പറയുക. അതുപോലെ തന്നെ എയിലെയും ബിയിലെയും കോമൺ പോയിന്റ്സ് ആണ് A intersection B. സോ ഇവ രണ്ടും എന്ത് തന്നെയാവും? സെയിം തന്നെയാവും. വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എയും എ ഇന്റർസെക്ഷൻ ബിയും സെയിം ആണ്. 1 by 15 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എത്രയാ? 1 by 5. നേരത്തെ ചെയ്ത പോലെ വിച്ച് ഈസ് ഈക്വൽ ടു 1 by 15 ഇൻറ്റു
റെസിപ്രോക്കൽ ആക്കി മാറ്റി എഴുതി 5/1. അതായത് ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ ഡിനോമിനേറ്ററിലുള്ളതിന് റെസിപ്രോക്കൽ ആക്കി എഴുതുക. Then 5 15 3 times പോകും, which is equal to 1/3. So probability of A given B 1/10 ആണ്. Probability of B given A calculate ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/3. Probability of A given B equal to probability of A intersection B by probability of B. Probability of B given A equal to probability of B intersection A by probability of A. ഇത് രണ്ടുമാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് A given B and B given A എന്ന് പറഞ്ഞു. ഇനി നോക്കൂ, ഇതിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് B ഇങ്ങേ ഭാഗത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് കരുതൂ. സോ പ്രോബബിലിറ്റി ഓഫ് A given B ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B ഈക്വൽ ടു ആണ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ആയി മാറുന്നത്. കറക്റ്റ് തന്നെയാണല്ലോ. അതുപോലെ ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് എനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. സോ പ്രോബബിലിറ്റി ഓഫ് B given A പ്രോബബിലിറ്റി ഓഫ് A ഈക്വൽ ടു ആണ് പ്രോബബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ A ആയി മാറുന്നത്. ഇവിടെ നോക്കൂ, A ഇന്റർസെക്ഷൻ B ആണെങ്കിലും B ഇന്റർസെക്ഷൻ A ആണെങ്കിലും സെയിം ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ A ഇന്റർസെക്ഷൻ B പറഞ്ഞാല് പ്രോബബിലിറ്റി ഓഫ് A given B ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B ആണ്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B, B ഇന്റർസെക്ഷൻ Aയും A ഇന്റർസെക്ഷൻ Bയും സെയിം ആണ് എന്നാണ് നേരത്തെ പറഞ്ഞത്. രണ്ടും ഒരേ വാല്യൂസ് ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ Bക്കും ഇവിടെ നോക്കൂ പ്രോബബിലിറ്റി ഓഫ് B given A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A. അതായത് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ Bക്ക് രണ്ട് ഫോർമുല എഴുതാൻ വേണ്ടി സാധിക്കും. ഒന്ന് പ്രോബബിലിറ്റി ഓഫ് A given B ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B എന്നും അടുത്തത് പ്രോബബിലിറ്റി ഓഫ് B given A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A എന്നും എഴുതാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാല് സ്വതന്ത്രമായിട്ട് നിൽക്കുക. അപ്പൊ എയും ബിയും ഇൻഡിപെൻഡന്റ് ഈവൻസ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് വെച്ചാല് പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഫോർമുലയ്ക്ക് വരുന്ന ചേഞ്ച് ഒന്ന് നോക്കണം. ഈ ഫോർമുല ഞാൻ ഇവിടെ എടുത്തെഴുതണു. പ്രോബബിലിറ്റി ഓഫ് A given B ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് B എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ A ഇന്റർസെക്ഷൻ B നെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ആരുണ്ട്? പ്രോബബിലിറ്റി ഓഫ് B ഉണ്ട്. ഇങ്ങനെയെങ്കിൽ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഉള്ള പ്രോബബിലിറ്റി ഓഫ് B നെ കട്ട് ചെയ്തു. സോ പ്രോബബിലിറ്റി ഓഫ് A given B പറഞ്ഞാൽ എന്ത് മാത്രമായി മാറും? പ്രോബബിലിറ്റി ഓഫ് A മാത്രമായി മാറും. So which is equal to probability of A. Probability of A given B equal to probability of A ആയി മാറും. അതേപോലെ ഫോർമുല probability of B given A. Probability of B given A equal to probability of A intersection B. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറഞ്ഞു? പ്രോബബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B എന്ന് എഴുതാം. അതുപോലെ എഴുതി കൊടുക്കണോ? ഡിവൈഡഡ് ബൈ ആരുണ്ട്? പ്രോബബിലിറ്റി ഓഫ് A ഉണ്ട്. സോ കട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഓഫ് A ക്യാൻസൽ ചെയ്തു. പിന്നെ ആരേ ഉള്ളൂ? പ്രോബബിലിറ്റി ഓഫ് B given A ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B മാത്രമേ ഉള്ളൂ. സോ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A given B ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A, probability of B given A equal to probability of B. Then ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. Examine whether A and B are independent. എന്നിട്ട് ഡാറ്റ തന്നിട്ടുണ്ട്. If probability of A equal to 2/5, probability of B equal to 3/8,
പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1/20. ഇങ്ങനെയാണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എങ്ങനെയാ പഠിച്ചത്? ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ് ഫോർമുല പഠിച്ചത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് തന്നിട്ടുണ്ട് 1/20, വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ 2/5 ആണ്, ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി 3/8. ഇനി രണ്ട് ഭാഗവും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ കിട്ടുന്നുവെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണ്. 1/20 ഈക്വൽ ടു 2 ഇൻറ്റു 3 എത്രയാ? 2 3s are 6, 5 ഇൻറ്റു 8 40. ഇതിന് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 3/20. അതായത് ലെഫ്റ്റ് സൈഡില് 1/20 എന്നും റൈറ്റ് സൈഡില് 3/20 ആണ്. അപ്പൊ രണ്ട് ഭാഗവും ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ എയും ബിയും ഇൻഡിപെൻഡന്റ് അല്ല എന്നുള്ളത് പറയാൻ സാധിക്കും. If probability of A equal to 4/5, probability of B equal to 3/5, find probability of A intersection B. If A and B are independent, Aയും Bയും independent ആണെങ്കിൽ probability of A intersection B ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല probability of A into probability of B ആണ്, which is equal to probability of A equal to 4/5 into probability of B equal to 3/5, which is equal to 12/25 ആണ് ആൻസർ. ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളത് തന്നിട്ടില്ല. ഇതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ടായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയും കൂടി തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ അഡീഷൻ തിയറത്തിൽ നിന്ന് വേണം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇവിടെ അങ്ങനെ തരാത്തത് കൊണ്ടും എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ടുമാണ് ഈ വേയില് പ്രൊസീഡ് ചെയ്തത്. ഓക്കെ. If you like the video, please subscribe and press the bell icon.